ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 മത്സരം ബാർസലോണ വേഴ്സസ് ന്യൂ കാസിൽ. സ്കോർ ഷീറ്റിൽ 1-1 തുല്യത പുലർത്തിയെങ്കിലും മത്സരത്തിന്റെ ടെമ്പർ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം മുതലെടുത്ത് ന്യൂ കാസിൽ തുടക്കം മുതലേ അറ്റാക്കുകൾ, ബിൽഡപ്പ് പ്ലേകൾ, ട്രാൻസിഷനുകൾ, എലങ്കയുടെ ഡേഞ്ചർ ക്രോസുകൾ, 86-ാം മിനിറ്റിലെ സുന്ദരമായ ഗോൾ ഉൾപ്പെടെ ന്യൂ കാസിൽ ഒരു ഗംഭീര മത്സരം തന്നെയാണ് ബാർസലോണക്കെതിരെ കാഴ്ചവെച്ചത്. മർഫിയുടെ ക്രോസ് കണക്ട് ചെയ്യാൻ ന്യൂകാസിൽ താരങ്ങൾ ബോക്സിലേക്ക് ഓടിയെത്തുമെന്ന് മുൻകൂട്ടി റീഡ് ചെയ്യാൻ അറോഹോ ഉൾപ്പെടുന്ന ബാർസ ഡിഫൻസിന് സാധിച്ചില്ല. ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ ക്രോസിന് തലവെച്ച് ബാർനസ് കാസിലിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തപ്പോൾ കളി കഴിയാൻ കുറഞ്ഞ മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സ്ട്രൈറ്റ് കീപ്പറിലേക്ക് എത്തുന്ന പന്താണെങ്കിൽ കൂടി ഗാർഷ്യ ഒന്ന് കൺഫ്യൂഷനായിരുന്നു. മത്സരത്തിന്റെ പല മൂവ്മെന്റുകളിലും രക്ഷകനായിരുന്നവൻ 86-ാം മിനിറ്റിൽ കീഴടങ്ങുന്നു. ഇഞ്ചുറി ടൈമിൽ ഓൾമോയെ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ചതോടെ മാത്രമാണ് ഹാൻസി ഫ്ലിക്കിന്റെ സംഘത്തിന് സമനിലയിൽ കളി തീർക്കാൻ കഴിഞ്ഞത്. ബാർസലോണ രക്ഷപ്പെട്ടു എന്നല്ലാതെ പറയാതിരിക്കാൻ വയ്യ. ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് 20 സെക്കൻഡ് മുന്നോട്ട് പോയ ആ നിമിഷത്തിലാണ് പെനാൽറ്റി ലഭിച്ചതും അത് യമാൽ ഗോളാക്കി മാറ്റുന്നതും. റാഫിനെയും പെട്രിയും യമാലും ലെവൻഡോസ്കിയും അങ്ങനെ ബാർസലോണയുടെ പ്രധാന താരങ്ങൾ എല്ലാം കളിക്കളത്തിലുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്യാനാകാതെ, വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാകാതെ ഒടുക്കം ആദ്യ ലെഗ് അവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് ലെഗിൽ ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം ബാർസക്കുണ്ടെങ്കിൽ കൂടി രണ്ടും കൽപ്പിച്ചെത്തുന്ന ന്യൂ കാസിലിനെ ഒന്ന് കരുതിയിരുന്നേ മതിയാകൂ. നിർഭാഗ്യം കൊണ്ട് മാത്രം ആദ്യ പാദത്തിൽ നഷ്ടമായ വിജയം രണ്ടാം പാദത്തിൽ അത് ആവർത്തിക്കില്ല. വാട്ട് എ പെർഫോമൻസ് ന്യൂ കാസിൽ.